നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, LOP, അതല്ലെങ്കിൽ ലവർ ഓഫ് പട്ടായ, ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് ഹൗസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ജൂലൈ 20 പോലീസ് നടത്തിയെന്ന് പറയപ്പെടുന്ന പെല്ലറ്റ് ബുള്ളറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ FIR സ്വീകരിക്കാനായിട്ട് പോലീസ് സ്റ്റേഷൻ കൂട്ടാക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് അദ്ദേഹവും സഹോദരി പ്രിയങ്കയും വേറെ സെൽജ എന്ന് പറയുന്ന ഒരു ഹരിയാന വനിതാ കോൺഗ്രസ് നേതാവും അവിടെ വന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. 2014 മുതൽ, അതായത് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത മെയ് മാസം മുതൽ ഒരു 55 ദിവസം 56 ദിവസം രാഹുൽ ഗാന്ധി ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു എവിടേക്കും. അത് കഴിഞ്ഞ് വരുന്നവരെ ഈ രാജ്യം വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എത്രയോ കേസുകൾ, എത്രയോ ആരോപണങ്ങൾ ആയി മുന്നോട്ട് വന്നു. പാർലമെൻറ്റിൻ്റെ സഭാ നടപടികൾ അദ്ദേഹം സ്തംഭിപ്പിച്ചു. ഒരു ലയ എന്ന് പറയുന്ന ജഡ്ജ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നു എന്നും പറഞ്ഞ് കുറേ ദിവസം സഭ സ്തംഭിപ്പിച്ചു. ജസ്റ്റിസ് ലയ മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണെന്ന് ഡോക്ടർമാരെല്ലാവരും പോസ്റ്റ്മോർട്ടം ചെയ്തവരൊക്കെ പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല. അദ്ദേഹം അന്ന് ജസ്റ്റിസ് ലയ കഴിഞ്ഞു. അതിനുശേഷം 2019 ആയപ്പോഴത്തേക്കും റഫാൽ വിമാനത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ വിവാദമുണ്ടാക്കി. അതും ഇതേപോലെ നമ്മൾ നാട്ടുകാർ സാധാരണ പറയാറുള്ള വാക്കുണ്ട്, ചീറ്റിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള നിരന്തരം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചീറ്റിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് വന്നത് ദേശീയ ശ്രദ്ധ പിടിക്കുക, അന്തർദേശീയ ശ്രദ്ധയും പിടിച്ചു പറ്റിയൊരു വാർത്തയായിരുന്നു പെഗാസസ് എന്ന് പറയുന്ന വാർത്ത. പെഗാസസ് വിവാദം, അതായത് നമ്മളുടെ മൊബൈൽ ഫോണിൽ വിവരങ്ങൾ മുഴുവൻ ചോർത്താൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ ഡൽഹിയിലെ ഏതാനും രാഷ്ട്രീയക്കാരുടെയും 1-2 പത്രക്കാരുടെയും ഫോണിലേക്ക് തിരികെ കയറ്റി വെച്ചു. ഇതൊരു ഇസ്രായേലി കമ്പനി നിർമ്മിച്ച പ്രോഗ്രാമാണ്, സോഫ്റ്റ്വെയറാണ്. അതീവ രഹസ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. അവർ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ അവരത് കൊടുക്കുകയുള്ളൂ എന്നുള്ള ആരോപണവുമായിട്ടാണ് അദ്ദേഹം അന്ന് രംഗത്ത് വന്നത്. ആ ആരോപണവും കാലക്രമേണ ചീറ്റിപ്പോയി. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിൻ്റെ ഫോൺ ചോദിച്ചപ്പോൾ കൊടുക്കാൻ മടിച്ചു, തരില്ല എന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് വല്ല വീഡിയോ ഒക്കെ കാണുകയും ഈ ഇറേസ് ചെയ്യാൻ പറ്റാത്ത ചില വീഡിയോ ഒക്കെ കാണും. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള ചില നല്ല സ്വഭാവങ്ങളുണ്ട്, പുറത്ത് പറയാൻ കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ അങ്ങനെ ആ പ്രശ്നവും അവതാളത്തിലായി. പിന്നീട് വന്നത് ജനറൽ നർവാനയുടെ പുസ്തകത്തിൽ അത് ഇത് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മോദിയും രാജേന്ദ്ര സിംഗും എല്ലാവരും കൂടി ചൈനയ്ക്ക് അടിയറ വെച്ചു എന്നും പറഞ്ഞിട്ടുള്ള കുറേ ദിവസം പാർലമെൻറ്റ് ബഹിഷ്കരണമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതും എത്തും പിടിയും കിട്ടിയില്ല. അവസാനം ജനറൽ നർവാനയുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ രാഹുൽ ഗാന്ധി കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ജെൻസി പ്രക്ഷോഭമായിട്ടാണ് വന്നിരിക്കുന്നത്. ജെൻസി പ്രക്ഷോഭത്തിൽ അദ്ദേഹം പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചു. കഴിഞ്ഞ വർഷകാല സമ്മേളനം ഇറ്റ് വാസ് എ ടോട്ടൽ വാഷ് ഔട്ട് എന്നാണ് പറഞ്ഞത്. വലിയ ക്രെഡിറ്റ് കിട്ടുന്നത് പോലെയാണ് അവരുടെ ഗാന്ധി കുടുംബത്തിൻ്റെ ആസ്ഥാന വിദൂഷകനായ ജയറാം രമേശും KC വേണുഗോപാലും പറഞ്ഞത്. വേറൊരു ഡെറിക് ഒബ്രിയൻ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുണ്ട് ഇപ്പോൾ രാജ്യസഭയിൽ ആ പാർട്ടിക്ക്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ വിജയമാണ്, ഇത് വിദ്യാർത്ഥികളുടെ വിജയമാണ്, ഇത് ഇന്ത്യൻ യുവതയുടെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞു. നഷ്ടം പറ്റിയത് സാധാരണക്കാരനാണ്. കാരണം നമ്മുടെ ചെലവിൽ ഇവർ രാജ്യസഭയും ലോക്സഭയും കൂടും. അവിടെ സൗജന്യ ഭക്ഷണം, ഏറ്റവും വില കൂടിയ ഭക്ഷണം സൗജന്യ വിലയ്ക്ക് ലഭിക്കും. യാത്രക്കൂലിയും ബത്തയും ഒക്കെ ഒപ്പിട്ട് നല്ലൊരു തുകയും കരസ്ഥമാകും. പരിപാടിയിലൊന്നും പങ്കെടുക്കേണ്ട, ഒന്നിനും പ്രിപ്പയർ ചെയ്യേണ്ട, അവിടെ എന്താ പറയേണ്ടതെന്ന് അറിയേണ്ട. അവിടെ ചെന്ന് നരേന്ദ്രമോദിനെ ചീത്ത വിളിക്കുക, അമിത്ഷായെ ചീത്ത വിളിക്കുക, പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചീത്ത വിളിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സഭാ നടപടികളും നടത്താൻ സമ്മതിക്കാതെ അവസാനം യോഗം സിനഡായി അവധി വയ്ക്കാതെ യോഗം പിരിഞ്ഞു. ഇതാണ് നടക്കുന്നത്. ഈ
പോലീസ് പെല്ലറ്റ് ബുള്ളറ്റ് ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആരോപണം വന്ന അന്ന് തന്നെ ജൂലൈ 20-നാണ് ഈ ആരോപണം നടന്നത്. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തി. പാർലമെൻറ്റ് നിരോധിത മേഖലയാണ്. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അവരെ തടഞ്ഞുവിടാൻ പോലീസിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ പെല്ലറ്റ് ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഇൻസ്പെക്ടർമാർ, ഡെപ്യൂട്ടി സബ് ഇൻസ്പെക്ടർമാരുടെയും ഒക്കെ സംഘടന പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ഗാന്ധി കുടുംബത്തിനെതിരെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും എതിരായിട്ടുള്ള ഒരു ആരോപണങ്ങളും നമ്മളുടെ മാധ്യമങ്ങൾ കൊടുക്കില്ല. പേടിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഈ സ്ത്രീക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ, അതല്ലെങ്കിൽ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷനെതിരെ, അതല്ലെങ്കിൽ പ്രിയങ്കയ്ക്കെതിരെ പബ്ലിഷ് ചെയ്തതായിട്ട് ഇവരെക്കുറിച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എഴുതാനായിട്ട്, ഇഷ്ടം പോലെ ഉണ്ട് പറയാനായിട്ട്. പക്ഷേ എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഇന്ത്യൻ മാധ്യമ രംഗത്ത്. അവർ ഇവരെ വല്ലാതെ ഭയപ്പെടുന്നു. വിവേക് അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകനുണ്ട്. കാശ്മീർ ഫയൽസും അതുപോലെ വിവാദമായ സിനിമകളും പ്രൊഡ്യൂസ് ചെയ്ത സംവിധായകനാണ് ഈ വിവേക് അഗ്നിഹോത്രി. അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നടത്തിയ ഒരു പഠനത്തിൽ അവർ വ്യക്തമായി മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയാമോ? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും എതിരായിട്ട് ഒരു ആരോപണങ്ങളും ഒരു വിമർശനങ്ങളും ഇന്ത്യയിൽ ഒരു മാധ്യമവും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ആ മാധ്യമങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിമർശകർ എന്ന് സ്വയം അഭിമാനിക്കുന്ന CPIM-ൻ്റെ മുഖപത്രം വരെ ഉണ്ട്. ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രമുണ്ട്. അവർക്ക് വേണമെങ്കിൽ എഴുതാമായിരുന്നു. അവർ കോൺഗ്രസുമായിട്ടും നിശിതമായ പോരാട്ടത്തിലാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അവർ ഈ ഗാന്ധി കുടുംബത്തിനെ തൊട്ട് കളിക്കാൻ അവർക്ക് ധൈര്യമില്ല. ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് മാന്യ പ്രേക്ഷകർ പഠിക്കാൻ ശ്രമിക്കണം. ഇത് നമുക്ക് കുറേ അധികം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളിലേക്കും നമ്മളുടെ ശ്രദ്ധ കൊണ്ടെത്തിക്കും. ഇതൊരു വലിയ അപകടമാണ് ഈ പോകുന്നത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവും വിമർശനത്തിന് അതീതരല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ വളരെ മോശം ആരോപണങ്ങളാണ് രംഗത്ത് വന്നത്. എല്ലാ ആരോപണങ്ങളും ഒന്നിന് പുറകെ ഒന്നായി തകിടം മറിയുന്നത് പോലെ, ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിനെ ഗുജറാത്ത് കലാപത്തിൽ മുഖ്യപ്രതിയാക്കി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് വിധിച്ചു. അത് കഴിഞ്ഞൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന RK രാഘവൻ എന്ന മുൻ CBI ഡയറക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതി അന്വേഷിച്ചു. അവർ പറഞ്ഞു ഈ മനുഷ്യനെതിരെ ഒരു കുറ്റവും ഇല്ല, അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നും നമ്മളുടെ മാധ്യമങ്ങൾക്ക് വിഷയമേ അല്ല, അവരത് എഴുതുകയല്ല. ഈ ഒരു പെല്ലറ്റ് ബുള്ളറ്റിന് ആണ് ഇപ്പോഴത്തെ അവർക്ക് കിട്ടിയിരിക്കുന്ന കച്ചിത്തുരുമ്പ്. അതിൽ പിടിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, 1 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയെ അധികാരഭ്രഷ്ടനാക്കി താൻ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന് സഹായം കിട്ടുന്നുണ്ടാവും, വത്തിക്കാനിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടാവും, അമേരിക്കയിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടാവും, പാകിസ്ഥാനിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടാവും, ചൈനയിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഈ ചൈനയിൽ നിന്നും കിട്ടുന്ന സഹായം കാരണമാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത്, അയാളും അയാളുടെ അമ്മയും കൂടി. കാരണം അവിടെ ഒരു നാവിക താവളം വന്നാൽ അത് ചൈനയ്ക്ക് ഭീഷണിയാണ്. പിന്നീട് പാകിസ്ഥാന് ഇവരോടുള്ള സ്നേഹം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഒരു മുസ്ലിം ഉൽപ്പന്നമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സംശയാതീതമായി തെളിയിച്ചിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാരണവർ മോത്തിലാൽ നെഹ്റുവിൻ്റെ കാരണവർ ഗംഗാധർലാൽ നെഹ്റു. അയാളുടെ യഥാർത്ഥ പേര് ഗിയാസുദ്ദീൻ ഖാൻ ചൗധരി എന്ന ഒരു മുഗളനായിരുന്നു അയാൾ. ഇത് അല്ല എന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മളിത് പറയുമ്പോൾ പലരും പറയും നിങ്ങൾ വിവരക്കേടാ വിളിച്ചു പറയണം, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ എന്ന് പറയും.
ഈ വിവരമില്ലാന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, ചരിത്ര രേഖകൾ വായിക്കുക, ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് അത് വായിക്കുക, അപ്പം മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കയോടും സോണിയയോടും അതീവ ബഹുമാനം. അവർക്കറിയാം ഇത് ഞങ്ങളുടെ സ്വന്തം രക്തമാണ്, ഇവരുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഇസ്ലാമിക് പ്രമാണികൾക്കും അറിയാം. അതുകൊണ്ട് അവരെന്നും ഇവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.